ഗുഡ് ഈവനിങ്. ഇന്ന് ഞാനൊരു സൈറ്റിൽ വന്നിരിക്കുന്ന പുഷ്പമേള നടക്കുന്ന സ്ഥലത്ത് തിരുവല്ലയിൽ അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. ഇതാണ് തിരുവല്ലയിലെ പ്രസക്തമായ പുഷ്പമേള നടക്കുന്ന സ്ഥലത്തെ ബോർഡ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. പുഷ്പമേളയുടെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമ്മുടെ ഒരു ഗജവീരൻ നിൽപ്പുണ്ട് കേട്ടോ. ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഈ മനോഹരമായ ചെടികൾ. എന്ത് മനോഹരമായ ചെടികളാണ് ഇവിടൊക്കെ. ശ്രീ തോമസ് വർഗീസ്, ശ്രീ ബിജോ വട്ടശ്ശേരി, ശ്രീമതി മാർത്ത ജോർജ്, ശ്രീമതി ശാന്ത ജോർജ്, ശ്രീ തോമസ് ദയവായി സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. പ്രസക്തമായ ഒരു പുഷ്പമേളയാണ് തിരുവല്ലയിൽ. ഏകദേശം ഒരു 10-20 വർഷമായി പുഷ്പമേള തുടങ്ങിയിട്ട് ഇവിടെ. ഇന്നത്തെ നമ്മളുടെ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും എന്ന് അറിയിച്ചത് കേരളത്തിന്റെ പുഷ്പമേളയിലെ ചെടികൾ പല നിറത്തിലുള്ള പല പൂക്കൾ, ഭംഗിയേറിയ പൂക്കളുള്ള ചെടികളാണ് ഇവിടെ. ഇന്ന് അടിയന്തരമായി CPM സെക്രട്ടറിയും CPM സെക്രട്ടേറിയറ്റും മറ്റും നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ചേരാൻ സാധിക്കില്ല. ഇന്നത്തെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പറമ്പുകളൊന്നും കാണാത്ത തരമുള്ള ചെടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ മുഖ്യ അതിഥികളായി ശ്രീരാമകൃഷ്ണ ആശ്രമം ഇതാണ് കോഴിപ്പൂ. നമ്മുടെ നാട്ടിലൊക്കെ വന്ന കോഴിപ്പൂ. കോഴിപ്പൂവിൻ്റെ പല കളറിലുള്ള കോഴിപ്പൂക്കളാണ് ഇതൊക്കെ. തിരുവല്ല പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ പുഷ്പമേള നടക്കുന്നത്. കാലാകാലങ്ങളായി നടക്കുന്ന ഒരു പുഷ്പമേളയാണിത്. ഇത് നമ്മുടെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് ജമന്തി മാങ്ങാനാറിയിലൊരു ഇതാണ്. ഇവിടെ നല്ല മനോഹരമായ ഒരു ചെടിയാണേ, കണ്ടോ. ഇതിൻ്റെ പേരെന്തുവാന്ന് എനിക്കറിയില്ല, എങ്കിലും നല്ല മനോഹരമാണ് കാണാൻ, നല്ല രസമുണ്ട്. അതിൻ്റെ തന്നെ പല ടൈപ്പിലുള്ളതാണ്. നോക്കൂ, തിരുവല്ല പുഷ്പമേളയിലെ പൂക്കളുകളാണ് ഇതൊക്കെ. ചെടികൾ, പല നിറത്തിലുള്ള പല ഭംഗിയുള്ള പൂക്കളൊക്കെയുള്ള ചെടികൾ കേട്ടോ. ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഒരുപക്ഷെ ഞാൻ യൂറോപ്പിൽ കണ്ടിട്ടുള്ളൂ, ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. വംശം നശിച്ചു പോയ നമ്മുടെ പൂർവികരിൽ ഒരാൾ വാലാട്ടുന്നുണ്ട്. കണ്ണുകളൊക്കെ കാണുന്നു. പിന്നെ ഇത് മത്സ്യക്കുഞ്ഞുങ്ങളാണ്.
ഇതുണ്ട് മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ. വേറൊരു വാട്ടർ അക്വേറിയമാണ്. ഇതാ ഈ സൈഡിലെ പൂക്കളുകളൊക്കെ. യോഗത്തിന്റെ അധ്യക്ഷൻ കേരള ലാൻഡ് റിഫോംസ് റവന്യൂ ബോർഡ് ഡയറക്ടറും പുഷ്പമാലയുടെ ജോയിന്റ് കൺവീനറുമായിരിക്കുന്ന ശ്രീ ജിജി വട്ടശ്ശേരി അവർ പ്രഥമ ദിവസത്തെ കലാസന്ധ്യ പല കളറിലുള്ള നമ്മുടെ കടലാസ് ചെടികളാണ്. നമ്മൾ ഇതിനെ കടലാസ് ചെടി എന്ന് പറയുന്നു. നല്ല പല കളറിലുള്ള കടലാസ് ചെടികൾ ആണ് ഇതൊക്കെ. ഈ സൈസിലൊക്കെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ കുറവാണ്. പക്ഷേ കണ്ടില്ലേ കടലാസ് ചെടികൾ. ഇതാണ് നമ്മുടെ കടലാസ് ചെടി. ശ്രീ പ്രതാപചന്ദ്ര വർമ്മ അവർ, സൊസൈറ്റിയുടെ അംഗങ്ങളായിരിക്കുന്ന ശ്രീ തോമസ് വർഗീസ്, ശ്രീ ബിജോ വട്ടശ്ശേരി, ശ്രീമതി മാർത്ത ജോൺ, ശ്രീമതി ശാന്ത ജോൺ, ഈ കലാസന്ധ്യയ്ക്ക് നന്ദി അറിയിക്കുന്ന പ്രിയപ്പെട്ട സബ്രൂട്ടി തോമസ് അവർ, സൊസൈറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു അവർ, സൊസൈറ്റിയുടെ സെക്രട്ടറിയും കലാമേളയിലെ ജയകുമാർ അടക്കമുള്ള ഭാരവാഹികളെ, ഈ കലാമേളയിലെ പ്രധാനപ്പെട്ട ചെടികളൊക്കെയാണ് ഇതൊക്കെ. വ്യക്തിത്വങ്ങളെ കഴിഞ്ഞ നിങ്ങളൊക്കെ വീട്ടുകളിൽ പൂന്തോട്ടം വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. തീർച്ചയായും വരാം തിരുവല്ല നിൽക്കുമ്പോൾ തിരുവല്ല പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അടുത്താണ്. 2026 വളരെ പ്രതീക്ഷയോടുകൂടി ഏറെ ഒരുക്കങ്ങളോട്